Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്ക് GSTയിലെ ലാസ്റ്റ് മൊഡ്യൂൾ വരുന്ന രജിസ്ട്രേഷൻ ഇൻ സ്പെഷ്യൽ കേസസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് നമുക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽസ് ആണ്. അപ്പോൾ അതെന്താന്ന് പറയുന്നത് നോക്കാം. എനി പേഴ്സൺ ഹാവിംഗ് മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽസ് വിത്തിൻ എ സ്റ്റേറ്റ് ഓർ എ യൂണിയൻ ടെറിട്ടറി ഷാൾ ബി ഗ്രാൻഡഡ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിലോ അത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂണിയൻ ടെറിട്ടറീസിലോ നമുക്ക് ഡിഫറെൻറ്റ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് രജിസ്ട്രേഷൻസ് ആണ് കൊടുക്കുന്നത്. Different registration which is separate registration for each of the verticals subject to the following conditions. അപ്പോൾ അതിന്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, such person has more than one business vertical. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടായിരിക്കണം അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ, the business vertical of a taxable person shall not be granted registration to pay tax under section 10. Business verticalന്റെ of a taxable person shall not be granted registration for ടാക്സ് അണ്ടർ സെക്ഷൻ 10. സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ കോമ്പസിറ്റ് സ്കീം പ്രകാരമുള്ളതാണ്. അപ്പം അതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത് ആവരുത്. ഇഫ് എനി വൺ ഓഫ് ദ അതർ ബിസിനസ് വെർട്ടിക്കൽ ഓഫ് ദ സെയിം പേഴ്സൺ ഈസ് പേയിങ് GST അണ്ടർ സെക്ഷൻ 9. അപ്പം GST പേ ചെയ്യുന്ന ഒരു ബിസിനസിന്റെ വെർട്ടിക്കലിന് നമുക്ക് സെക്ഷൻ 10 പ്രകാരം കോമ്പസിറ്റ് ടാക്സ് പ്രകാരമുള്ള രജിസ്ട്രേഷൻ കൊടുക്കാൻ പറ്റില്ല. All separately registered business verticals of such person shall pay tax on supply of goods or service or both made to another registered business vertical of such person and issue a tax invoice for the supply. അപ്പോൾ ഒരേ ബിസിനസ് ഒരേ ആളുടെ തന്നെയാണ് പല ബിസിനസ് പല സ്റ്റേറ്റിലുള്ളതെങ്കിലും ഒരു ബിസിനസ് വെർട്ടിക്കലിന് വേറൊരു ബിസിനസ് വെർട്ടിക്കലിലേക്ക് നമ്മൾ സപ്ലൈ നടത്തുവാണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് പേ ചെയ്യണം. അതിന് നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയും വേണം. Where any business vertical of a registered person that has been granted a separate registration becomes ineligible to pay composite tax under section 10. ഇപ്പോൾ ഒരാൾക്ക് കോമ്പസിറ്റ് ടാക്സ് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ബിസിനസ് വെർട്ടിക്കൽ ആ കോമ്പസിഷൻ സ്കീമിന് എപ്പോഴെങ്കിലും ഇന്നെലിജിബിൾ ആണ്, ഭാവിയിൽ എപ്പോഴെങ്കിലും ഇന്നെലിജിബിൾ ആവുകയാണെങ്കിൽ ഓൾ അതർ ബിസിനസ് വെർട്ടിക്കൽസ് ഓഫ് ദ പേഴ്സൺ ഷാൾ ബിക്കം ഇന്നെലിജിബിൾ. അപ്പം അയാളുടെ തന്നെ ബാക്കി എല്ലാ ബിസിനസ് വെർട്ടിക്കൽസിനും ഓട്ടോമാറ്റിക്കലി ഇന്നെലിജിബിൾ ആയി മാറും. ഇപ്പോൾ ഒരാൾ ഒരു ബിസിനസ് വെർട്ടിക്കൽ നമ്മൾ കോമ്പസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്തു. അപ്പം ബാക്കി അതിൻ്റെ കോമ്പസിഷൻ സ്കീം ഇന്നെലിജിബിൾ ആകുന്നതിനനുസരിച്ച് ബാക്കി എല്ലാത്തിനും ഇന്നെലിജിബിൾ ഓട്ടോമാറ്റിക്കലി വരും. A registered person eligible to obtain registration for business vertical may submit a separate application form. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം വേണം. ഇൻ ഫോം GST REG 1 in respect of each such vertical. ഓരോ വെർട്ടിക്കലിനും നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. The provision of Rule 9 and Rule 10 relating to the verification and grant of registration shall be applicable for registration of each business vertical. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ വെരിഫിക്കേഷനും അതേപോലെ തന്നെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്നതെന്നും. അപ്പം അതൊക്കെ ഓരോന്നിനും ആപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് വെർട്ടിക്കലിൻ്റെ വെരിഫിക്കേഷനിൽ ചിലപ്പം പ്രോബ്ലം വരാം. അതിൻ്റെ അർത്ഥം മറ്റേ ബിസിനസ് വെർട്ടിക്കലിന് അയാൾ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റേ ബിസിനസ് വെർട്ടിക്കലിന് പ്രോബ്ലം ഉണ്ടെന്നല്ല, ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വേണം വെരിഫിക്കേഷനും അതുപോലെ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണം. ഇനി നെക്സ്റ്റ്, രജിസ്ട്രേഷൻ അണ്ടർ SGST ആക്ട് ഓർ UTGST ആക്ട്. അപ്പം നമ്മൾ ഇതിലൊന്ന് സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യുന്നില്ല അല്ലെ. ആസ് മെൻഷൻഡ് ഏർലിയർ, ദ എൻറ്റയർ രജിസ്ട്രേഷൻ പ്രോസസ് ഇസ് ത്രൂ ദ ഓൺലൈൻ GST പോർട്ടൽ. ഓൺലൈൻ GST പോർട്ടലിലാണ് നമ്മൾ ചെയ്യുന്നത്. എ പേഴ്സൺ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ഓൺലൈൻ ഇൻ ഫാക്ട് ഗെറ്റിംഗ് സൈമൾട്ടേനിയസ് രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട്, SGST ആക്ട് ആൻഡ് UTGST ആക്ട്. നമ്മൾ ഇതിനൊന്നും സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ GST പോർട്ടലിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈമൾട്ടേനിയസ്ലി CGST ആക്ട്, SGST ആക്ട്, UTGST ആക്ട് എല്ലാത്തിലും ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആവുകയാണ്. ദ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഓർ ദ യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ. ഒന്നിക്ക് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ യൂണീക്ക് സ്പെഷ്യൽ ഏജൻസീസ് ആണെങ്കിൽ യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും അല്ലേ. അണ്ടർ ദ SGST ആക്ട് ഓർ ദ UTGST ഷാൾ ബി ഡീം ടു ബി എ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഓർ ദ യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ under SGST Act also. നമ്മളിപ്പോൾ CGST Act also. നമ്മൾ SGST ആക്ടിൽ സ്റ്റേറ്റിലാണെങ്കിൽ SGST ആക്ടിലും ഇനിയിപ്പോൾ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ UTGST ആക്ടിലും രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അർത്ഥം നമുക്ക് CGST ആക്ടിലെ രജിസ്ട്രേഷനും കൂടി ഗ്രാൻഡ് ആയി എന്നാണ്.
Similarly, any rejection of application for registration under SGST or UTGST Act. നമ്മൾ SGST or UTGST ലോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു എന്നിട്ട് അതെന്ത് ചെയ്തു നമുക്ക് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ shall be deemed to be a rejection of application for registration under CGST. അതിന്റെ അർത്ഥം നമ്മൾ CGST ആക്ടിലെ രജിസ്ട്രേഷനും ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുന്നത് ഓൺലൈൻ GST പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താവും ഈ UTGST ആക്ട് SGST ആക്ടിലോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ CGSTയിലും കൂടി നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് രജിസ്ട്രേഷൻ ടു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കണ്ടിന്യൂസ്ലി ടാക്സബിൾ സപ്ലൈ നടത്താത്ത ഒരു സിറ്റുവേഷനാണ് അതിൽ വരുന്നത്. ഒരു പെർട്ടിക്കുലർ പീരിയഡിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനോ നടത്തുവാണ്. അപ്പം അങ്ങനെയുള്ള രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ടു എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡന്റ് taxable person shall be valid for a period specified in the application. അപ്പോൾ അതൊരു പീരീഡിലേക്ക് മാത്രമേ കൊടുക്കണ്ടുള്ളൂ അല്ലേ, അവർക്ക് പെർമനന്റ് ആയിട്ട് ആവശ്യമില്ല. അപ്പം അങ്ങനെ ആകുമ്പം അവർക്ക് ഏത് പീരീഡ് ആണെന്ന് നമ്മൾ ആപ്ലിക്കേഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഫോർ രജിസ്ട്രേഷൻ ഓർ 90 days ഫ്രം ദ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ 90 days ആണ്, വിച്ച് എവർ ഈസ് ഏർലിയർ, ഏതാണോ ഏർലിയർ വരുന്നത്. അപ്പം മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം അയാൾക്ക് 90 days മാത്രമേ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. Such a person shall make taxable supply only after the issuance of certificate of registration. അപ്പോൾ അയാൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സപ്ലൈ നടത്താൻ പറ്റുള്ളൂ. എ പ്രോപ്പർ ഓഫീസർ മേ ഓൺ സഫീഷ്യന്റ് കോഴ്സ് being shown by the taxable person extend the period of 90 days by a further period not exceeding 90 days. അപ്പം ഓഫീസറിന് വേണമെങ്കിൽ ആ ടാക്സബിൾ പേഴ്സൺ എന്ന് വെച്ചാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റോ പറയാണ് അയാൾക്ക് ഒരു എക്സ്റ്റൻഷൻ വേണം ഈ രജിസ്ട്രേഷൻ്റെ എന്ന് പറഞ്ഞാൽ 90 days അയാൾക്ക് മാക്സിമം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അയാൾക്ക് അതേപോലെ തന്നെ അത് കറക്റ്റാണ്, ജെന്യുവൻ കേസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 90 days കൂടി നമുക്ക് അതിൻ്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഷാൾ അറ്റ് ദ ടൈം ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 25(1) അപ്പം ആ സമയത്ത് മേക്ക് എൻ അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഓഫ് ദ എമൗണ്ട് equivalent to the estimated tax liability for the period for which the registration is sought. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ടാക്സ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കില്ല, നമ്മളൊരു എസ്റ്റിമേറ്റഡ് ടാക്സ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര പീരീഡിനേക്കാണ്, നമ്മൾ 40 daysനേക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ ആ 40 daysലേക്ക് നമുക്ക് ഏകദേശം ഇത്ര ടാക്സ് വരുമായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യണം. Where any extension of time is sought, such taxable person shall deposit an additional amount. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണ്. അതിനുശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുകയാണ് 90 days വരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡ് വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ അഡീഷണൽ എമൗണ്ട് നമ്മൾ പിന്നെയും സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ അഡീഷണൽ എത്ര ദിവസം ഉണ്ട് അപ്പോൾ അതിനേക്കുള്ള ഏകദേശം നമ്മുടെ എസ്റ്റിമേറ്റഡ് ടാക്സ് എമൗണ്ട് ഈക്വലന്റ് ടു ദ estimated tax liability of such person for the such extended period. ഒരാളിപ്പോൾ 40 daysനേക്ക് എടുത്തു, അപ്പോൾ 40 daysന് അയാളുടെ ഇത്ര സപ്ലൈ ആണ് അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മേലെ ഇത്ര ടാക്സ് വരുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അത് ആദ്യം അടക്കാം. 40 days കഴിഞ്ഞ് അയാൾക്ക് ഇനി എക്സ്റ്റൻഷൻ വേണം ഒരു 30 days കൂടി എന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, ആ 30 days അതിനേക്ക് അയാളുടെ ടാക്സബിൾ സപ്ലൈ ഇത്രയായിരിക്കും എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ടാക്സും കൂടി ഡെപ്പോസിറ്റ് ചെയ്യണം. ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഷാൾ ബി ക്രെഡിറ്റഡ് ടു ദ ഇലക്ട്രോണിക് ക്യാഷ് ലെജർ ഓഫ് സച്ച് പേഴ്സൺ. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അയാളുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെജറിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയി പോയിക്കോളും. ഇനി നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഓഫ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആണ്. ഇപ്പം നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സന്റെ സിറ്റുവേഷൻ നമ്മളിപ്പം നോൺ റെസിഡന്റ് ആൻഡ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നോൺ റെസിഡന്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ദിസ് ഫോളോയിങ് പ്രൊവിഷൻസ് ആർ ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. ഇപ്പോൾ എന്തൊക്കെ വേണം നോക്കാം. ഒന്നാമത്തത്, എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഷാൾ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഇപ്പോൾ ഇലക്ട്രോണിക്കലി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യണം. ഡ്യൂലി സൈൻഡ് ഓർ വെരിഫൈഡ് ത്രൂ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഇൻ ഫോം GST REG 09 പ്രകാരമാണ് അയാൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ദ ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് അലോങ് വിത്ത് എ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പാസ്പോർട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ രജിസ്ട്രേഷനിൽ പാസ്പോർട്ട് ഒന്നും പറഞ്ഞില്ല അല്ലേ. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ പാസ്പോർട്ട് വേണം. അറ്റ്ലീസ്റ്റ് 5 days പ്രയർ ടു ദ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ 5 days മുന്നേ എങ്കിലും എടുത്തിരിക്കുന്ന പാസ്പോർട്ട് ആയിരിക്കണം.
The application shall be submitted at the common portal either directly or through facilitation center notified by the commissioner. സാധാരണ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി കോമൺ പോർട്ടലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ സെന്റർ ത്രൂ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടത് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പാസ്പോർട്ട് വേണം. അപ്പം അതിനകത്ത് തന്നെ ആ പാസ്പോർട്ട് എടുത്തിരിക്കുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിന്റെ കുറച്ചൊരു 5 days എങ്കിലും മുന്നേ ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം. രണ്ടാമത്തെ, ഇൻ ദ കേസ് ഓഫ് എ ബിസിനസ് എൻറ്റിറ്റി ഫ്രം എ ഫോറിൻ കൺട്രി, ഫോറിൻ കൺട്രിയിലുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൾ ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ഇറ്റ്സ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദാറ്റ് കൺട്രി. അപ്പോൾ ആ കൺട്രിയിൽ അയാൾ ഏത് ഫോറിൻ കൺട്രിയിലുള്ള ബിസിനസ് ആണോ ആ കൺട്രിയിലുള്ള ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ അവിടെ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്താണ് അവിടെ ഉള്ളത് അത് വേണം. ഓർ ഇറ്റ്സ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇഫ് അവൈലബിൾ, അല്ലെങ്കിൽ അവിടെ പാൻ ആണെങ്കിൽ ആ പാൻ നമ്പർ ഏതാണ് അവൈലബിൾ ആയിട്ടില്ല അതും കൂടി ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ പറയുന്നത്, എ പേഴ്സൺ അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ആസ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഷാൾ ബി ഗിവൺ എ ടെമ്പററി റെഫറൻസ് നമ്പർ ബൈ ദ കോമൺ പോർട്ടൽ ഫോർ മേക്കിംഗ് ആൻ അഡ്വാൻസ് ഡെപ്പോസിറ്റ് ടാക്സ്. അപ്പോൾ ഇവിടെയും അഡ്വാൻസ് ഡെപ്പോസിറ്റ് ടാക്സ് നടത്തണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ടെമ്പററി റെഫറൻസ് നമ്പർ കൊടുക്കും. In accordance with the provisions of section 27, he will be issued an acknowledgement under rule 8 electronically only after the amount is deposited in his electronic cash ledger. അപ്പോൾ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് എക്നോളജ്മെന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എക്നോളജ്മെന്റ് ഇഷ്യൂ ചെയ്യണം നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഈ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സന്റെ കേസിലും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാഷ്വൽ ടാക്സബിൾ പേഴ്സന്റെ കേസിലും അഡ്വാൻസ് ആയിട്ടുള്ള ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ വെരിഫിക്കേഷൻ ആൻഡ് ഗ്രാന്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൾ ബി ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡന്റ് ആപ്ലിക്കന്റ് ഓൾസോ. അപ്പോൾ നോൺ റെസിഡന്റ് ആപ്ലിക്കന്റ് കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വെരിഫിക്കേഷനും ഗ്രാന്റ് ഓഫ് രജിസ്ട്രേഷനും ഒക്കെ ആ പ്രോസസ്സൊക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്യും. The application for registration made by a non-resident taxable person shall be duly signed or verified through electronic verification code by his authorized signatory who shall be a person resident in India having a valid permanent account number. അപ്പോൾ ആ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യേണ്ടത് ഒരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആണ്. ഇപ്പോൾ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇന്ത്യൻ ആയിരിക്കണം, റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം, അതേപോലെ തന്നെ അയാൾക്കൊരു വാലിഡ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് വെച്ചാൽ പാൻ നമ്പറുള്ള ഒരു ഇന്ത്യയിലുള്ള ഒരു സിഗ്നേച്ചർ ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം സൈൻ ചെയ്യേണ്ടത്. അല്ലാതെ ഈ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ അല്ല ശരിക്കും സൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, എക്സ്റ്റൻഷൻ ഇൻ പീരിയഡ് ഓഫ് ഓപ്പറേഷൻ ബൈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. അപ്പോൾ ഒരു പീരിയഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചിട്ടായിരിക്കും അവർ അത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ where a registered casual taxable person or a non-resident taxable person intends to extend the period of registration. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സന്റെ കേസിലാണെങ്കിൽ 90 days, പിന്നെ നമുക്ക് 90 days എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ indicates in his application for registration an application in form GST REG 11. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പുതിയ സബ്മിറ്റ് ചെയ്യണം. REG 11 പ്രകാരം shall be submitted electronically through the common portal. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി ആണ് ചെയ്യേണ്ടത്, കോമൺ പോർട്ടൽ ത്രൂ ആണ് ചെയ്യേണ്ടത്. ബിഫോർ ദ എൻഡ് ഓഫ് ദ വാലിഡിറ്റി ഓഫ് രജിസ്ട്രേഷൻ ഗ്രാൻറ്റഡ് ടു ഹിം. അപ്പോൾ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ വാലിഡിറ്റി തീർന്നതിന് മുന്നേ പുതിയ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കണം, എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കൊടുത്തിരിക്കണം. The application shall be acknowledged only on payment of the amount specified in section 27(2). അപ്പോൾ അതിന് സെക്ഷൻ 27(2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ബാക്കി എമൗണ്ട് അല്ലെ, അഡ്വാൻസ് ടാക്സിന്റെ ബാക്കി എമൗണ്ടും കൂടി പേ ചെയ്താൽ മാത്രമേ അതിന് എക്നോളജ്മെന്റ് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് എക്നോളജ്മെന്റ് വേണം, അതേപോലെ തന്നെ ഇവിടെയും അഡ്വാൻസ് ടാക്സ് ചെയ്യണം എന്നാൽ മാത്രമേ എക്നോളജ്മെന്റ് കിട്ടുള്ളൂ. Next, registration to a person supplying online information and database service from outside India. Outside India എന്ന് ഓൺലൈൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡാറ്റാബേസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ രജിസ്ട്രേഷനാണ് പറയുന്നത്. Any person supplying online information and database access or retrieval service from a place outside India to a non-taxable online recipient shall electronically submit an application for registration. അപ്പോൾ നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഓൺലൈൻ റെസിപ്പിയൻറ്റിന് എന്ന് വെച്ചാൽ നോർമൽ ഒരു പേഴ്സണിന് നമ്മൾ ഒരു ഇൻഫർമേഷൻ സെല് ചെയ്യുവാണ്, ഡാറ്റാബേസ് ആക്സസ് കൊടുക്കുവാണ്, അത് ഒരു ഔട്ട്സൈഡ് ഇന്ത്യയുള്ള ഒരു സോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ അവർ രജിസ്ട്രേഷൻ ചെയ്യണം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം.
duly signed or verified through electronic verification code. Electronic verification code വെച്ചാൽ OTP through അത് duly verify ചെയ്തിരിക്കണം in form GST RAG 10. GST RAG 10 പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ GST 9 ആയിരുന്നു, RAG 9 ആയിരുന്നു, ഇവിടെ RAG 10 ആണ് at the common portal. The applicant shall be granted registration in form GST RAG 06 subject to the condition and restriction as may be notified by the central government to the recommendation of GST Council. GST Councilന്റെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ ഇവരുടെ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ ടു പേഴ്സൺസ് റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് ഓർ ടു കളക്ട് ടാക്സ് അറ്റ് സോഴ്സ്. ഇപ്പോൾ TDS TCS സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരുടെ രജിസ്ട്രേഷൻ ആണ്. Certain categories of persons are liable to deduct tax at source under section 51 or collect tax at source at under section 52. 51-52 പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. TDS and TCS. The following provisions are relevant in connection with the registration of such persons. അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ്റെ ചില പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, any person required to deduct tax at source as per section 51 or any person required to collect tax at source as per section 52 shall electronically submit an application. Electronically application submit ചെയ്യണം. Duly signed or verified through electronic verification code. Electronic verification code through verify ചെയ്യണം അല്ലെങ്കിൽ സൈൻ ചെയ്യണം. The application for the grant of registration should be in form GST REG 07. 07 ആണ് ഇവരുടെ രജിസ്ട്രേഷൻ ഫോം വരുന്നത്. Through the common portal either directly or through facilitation center notified by the commissioner. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ്ലി പോർട്ടൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫെസിലിറ്റേഷൻ സെന്റർ ത്രൂ ചെയ്യാം. രണ്ടാമത്തെ, ദ പ്രോപ്പർ ഓഫീസർ മേ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ആഫ്റ്റർ ഡ്യൂ വെരിഫിക്കേഷൻ ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇൻ ഫോം GST RAG 06. അപ്പോൾ അത് വെരിഫിക്കേഷൻ നടത്തും, എന്നിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ വിത്തിൻ എ പീരീഡ് ഓഫ് 3 വർക്കിംഗ് ഡേയ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോർമൽ സിറ്റുവേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് 3 ഡേയ്സിൻ്റെ ഉള്ളിലായിരിക്കും രജിസ്ട്രേഷൻ ഫോം മീൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. Upon an enquiry or pursuant to any other proceedings under the Act, the proper officer is satisfied that a person to whom a certificate of registration has been issued is no longer liable to deduct tax at source under section 51 or collect at source under section 52. ഇപ്പോൾ ചില സമയത്ത് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ആ ഡ്യൂട്ടി ഇല്ലാതെ വരുവാണ് എന്ന് വെച്ചാൽ ടാക്സ് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടാക്സ് ഡിഡക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ഇല്ല എന്ന് ആ പ്രോപ്പർ ഓഫീസറിന് മനസ്സിലാവുകയാണെങ്കിൽ ദ രജിസ്ട്രേഷൻ ഇഷ്യൂഡ് ഷാൽ ബി ക്യാൻസൽഡ്. അങ്ങനെയാണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യും ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പേഴ്സൺ ഇലക്ട്രോണിക്കലി. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോണിക്കലി ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് മെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അവർക്ക് അത് കിട്ടും. The proper officer shall follow the procedure mentioned in Rule 22 for cancellation of registration. And the cancellation of registration ഉള്ള എന്നുവെച്ചാൽ അവർക്ക് നോട്ടീസ് കൊടുക്കുകയാണ്, അപ്പോൾ അവരത് ക്യാൻസൽ ചെയ്യാനുള്ള പ്രോസസ്സ് നമ്മൾ റൂൾ 22 പ്രകാരം അതും അവർ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിനി പഠിക്കാനുണ്ട് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സോമോട്ടോ രജിസ്ട്രേഷൻ ആണ്. സോമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റിക്വസ്റ്റ്, ഒരാൾ റിക്വസ്റ്റ് ചെയ്യാതെ തന്നെ രജിസ്ട്രേഷൻ നടത്തുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും, രജിസ്റ്റർ ചെയ്യേണ്ട ഒരാൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലായിരിക്കും ആ സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് സർവേ, എൻക്വയറി, ഇൻസ്പെക്ഷൻ, സെർച്ച് ഓർ എനി പ്രൊസീഡിങ്സ് അണ്ടർ ദ ആക്ട്. ഇപ്പോൾ ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു ഇൻക്വയറിയോ ഇൻസ്പെക്ഷനോ എന്തോ നടത്തുന്ന സമയത്ത് മനസ്സിലാവുകയാണ് a person liable to registration has failed to apply for registration. അപ്പോൾ മനസ്സിലാവുകയാണ് ഒരു പേഴ്സൺ അയാൾ രജിസ്റ്റർ ചെയ്യേണ്ട ആളായിരുന്നു പക്ഷെ അയാൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ ദ ഓഫീസർ മേ രജിസ്റ്റർ ദ പേഴ്സൺ. ഓഫീസർ അയാളെ പിടിച്ച് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അയാൾ ആപ്ലിക്കേഷൻ കൊടുക്കാതെ തന്നെ, നോർമലി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താലേ രജിസ്റ്റർ ആവുള്ളൂ. ഇവിടെ ഓഫീസറിന് എന്ത് ചെയ്യാം, അയാളെ പിടിച്ച് രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. ഓട്ടോമാറ്റിക്കലി അയാൾ രജിസ്റ്റർ ചെയ്യാം ഓൺ എ ടെമ്പററി ബേസിസ്. അതൊരു ടെമ്പററി ബേസിസിലാണ് എന്ന് വെച്ചാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പിന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ടെമ്പററി ഒരു രജിസ്ട്രേഷൻ നമ്മുടെ ഓഫീസർക്ക് ചെയ്യാം. ആൻഡ് ഇഷ്യൂ ആൻ ഓർഡർ ഇൻ ഫോം GST RAG 12. GST RAG 12 പ്രകാരം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്യാം. The registration so granted shall be effective from the date of order granting registration. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ടെമ്പററി രജിസ്ട്രേഷൻ ആ ഓർഡർ എപ്പോഴാണ് കിട്ടുന്നത് ആ ഡേറ്റ് മുതൽ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരും.
അപ്പോൾ ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അയാൾ ശരിക്കുള്ള ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് 90 ഡേയ്സിനുള്ളിലാണ്. ഈ ആദ്യത്തെ ടെമ്പററി കിട്ടി, അതിൻ്റെ ഓർഡർ കിട്ടി 90 ഡേയ്സിനുള്ളിൽ അയാൾ ശരിക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനിയിപ്പം അയാൾ ഈ ഓർഡർ കിട്ടിയതിന് ശേഷം അയാൾ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു അപ്പലറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതോറിറ്റിയുടെ അടുത്ത് നമ്മൾ പറയുകയാണ് ഇത് ഒരു മിസ്റ്റേക്കിൽ വന്നതാണ്, അങ്ങനെ ഒരു അപ്പീൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് അയാൾക്ക് ആ ഫയൽ ചെയ്ത അപ്പീൽ അയാൾക്ക് ഫേവറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട അല്ലേ. പക്ഷേ അയാൾക്ക് ഫേവറബിൾ അല്ല, അവിടെ ഓർഡർ വരുവാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 90 ഡേയ്സ് അല്ല പിന്നെ ആപ്ലിക്കബിൾ ആകുന്നത്. ഈ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ കിട്ടിയത് മുതൽ 30 ഡേയ്സ് വരെ ആയിരിക്കും അയാൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 4th അതിൽ എല്ലാ പ്രൊവിഷൻസും നമ്മൾ എങ്ങനെയാണോ വെരിഫിക്കേഷൻ, അതേപോലെ തന്നെ നമ്മൾ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ചല്ലോ, അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും ഇയാളും ഫോളോ ചെയ്ത് പോകണം. വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടാം, ഇതൊക്കെ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് പിന്നിട്ട് അതിനുശേഷം നമുക്ക് ഒരു GSTIN നമ്പർ അസൈൻ ചെയ്യുമല്ലോ. ഷാൾ ബി എഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ഗ്രാൻഡിങ് രജിസ്ട്രേഷൻ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആവുന്ന ഡേറ്റ് മുതൽ ആ GSTIN നമ്പർ എഫക്റ്റീവ് ആയിട്ട് വരും, അന്ന് മുതൽ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അസൈൻമെന്റ് ഓഫ് യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ ടു സ്പെഷ്യൽ എൻറ്റിറ്റീസ്. സ്പെഷ്യൽ എൻറ്റിറ്റീസിന് നമ്മൾ കൊടുക്കേണ്ട യൂണീക്ക് ഐഡന്റിറ്റി നമ്പറാണ്. നേരത്തെ നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ എൻറ്റിറ്റീസിന് നമ്മൾക്ക് യൂണീക്ക് ഐഡന്റിറ്റി നമ്പറാണ്, GSTIN നമ്പർ അല്ല കൊടുക്കുന്നത്. Every person required to be granted a unique identity number in accordance with the provisions of section 25(9) may submit an application at the common portal in form GST RG 13. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂണിക് ഐഡന്റിറ്റി നമ്പർ കിട്ടണമെങ്കിൽ അതിന് അവർ ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് REG 13 പ്രകാരമുള്ള ഫോമിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡ്യൂലി സൈൻഡ് ഓർ വെരിഫൈഡ് ത്രൂ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് സൈൻ ചെയ്ത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൺ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഇൻ ഫോം GSTR 13 ദ പ്രോപ്പർ ഓഫീസർ മേ അസൈൻ എ യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്താ കൊടുക്കുന്നത്? യൂണീക്ക് ഐഡന്റിറ്റി നമ്പറാണ്, GSTIN നമ്പർ അല്ല. ടു ദ പേഴ്സൺ ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം GST REG 6. എന്നിട്ട് അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും വിത്തിൻ എ പീരീഡ് ഓഫ് 3 വർക്കിംഗ് ഡേയ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ അയാൾക്ക് GSTIN നമ്പർ കൊടുക്കും, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഡിസ്പ്ലേ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് GSTIN. Every registered person shall display his certificate of registration in a prominent location at his principal office of business. ബിസിനസ്സിനകത്ത് നമ്മൾ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. നമ്മളിപ്പം ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ GSTIN നമ്പറൊക്കെ എഴുതി വെച്ച് കാണില്ലേ, അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ആൻഡ് അറ്റ് എവറി അഡീഷണൽ പ്ലേസ് ഓഫ് ഓർ പ്ലേസസ് ഓഫ് ബിസിനസ്. അതേപോലെ അയാൾക്ക് വേറെ എവിടെയെങ്കിലും ബ്രാഞ്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ഡിസ്പ്ലേ ഹിസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതേപോലെ GSTIN നമ്പറും ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഓൺ ദ നെയിം ബോർഡ് എക്സിബിറ്റഡ് അറ്റ് ദ എൻട്രി ഓഫ് ഹിസ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. അപ്പം അയാൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ കാണിച്ചിരിക്കുന്ന നെയിം ബോർഡ് ഉണ്ടല്ലോ ബിസിനസ്സിൻ്റെ, അതിനകത്ത് തന്നെ എഴുതിയിരിക്കണം GSTIN നമ്പർ. ആൻഡ് അറ്റ് എവറി അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓർ ബിസിനസ്. അതേപോലെ തന്നെ എവിടെയൊക്കെ അയാൾക്ക് ബിസിനസ് ഉണ്ടോ എല്ലാ പ്ലേസിലും അയാളത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും GSTIN നമ്പറും നമ്മൾ എല്ലാ ബിസിനസ്സിൻ്റെ ലൊക്കേഷനിലും പ്രൊമിനന്റ് ലൊക്കേഷനിലും അതേപോലെ തന്നെ അവർക്കുള്ള അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലും നമ്മളത് മെൻഷൻ ചെയ്തിരിക്കണം, ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് രജിസ്ട്രേഷൻ്റെ ചില സ്പെഷ്യൽ സിറ്റുവേഷൻസ് വരുന്നതാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചത് മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽസ് വരുമ്പം എങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ, അതിലെന്താണ് ചേഞ്ച് വരുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഉണ്ട് SGST ആക്ട് അല്ലെങ്കിൽ UTGST ആക്ടിലുള്ള വരുന്നത്, അത് ഏതൊക്കെ ആക്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവുമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് രജിസ്ട്രേഷൻ ഓഫ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, അതേപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, ഇവ രണ്ടുപേരുടെയും രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പഠിച്ചത്. അതിലെന്തൊക്കെ പ്രൊവിഷൻസ് വരുന്നുണ്ടെന്ന് പഠിച്ചു. പിന്നെ എക്സ്റ്റൻഷൻ, ഇങ്ങനെയുള്ള പേഴ്സൺസിന് നമ്മൾ കൊടുക്കുന്ന രജിസ്ട്രേഷൻ്റെ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ, പീരീഡ് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. പിന്നെ രജിസ്ട്രേഷൻ ടു എ പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് സർവീസ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് എന്ത് തരം സർവീസ് ആയിരിക്കണം? ഓൺലൈൻ ഇൻഫർമേഷനും ഡാറ്റാബേസ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ രജിസ്ട്രേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് TDSഉം TCSഉം ഡിഡക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ രജിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു സുമോട്ടോ രജിസ്ട്രേഷൻ ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ വരുന്ന സിറ്റുവേഷൻസ്. പിന്നെ നമ്മൾ
ഈ യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ അസൈൻ ചെയ്യുകയാണ് സ്പെഷ്യൽ എൻറ്റിറ്റീസിൻ്റെ, അതിനുള്ള പ്രൊസീജിയർ പഠിച്ചു. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും GST IN നമ്പറും നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.